ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഞാനും പോയിരുന്നു സഖാവ് യെച്ചൂരിയുമായി ചർച്ച നടത്താൻ, ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ. ഇന്നത്തെ മന്ത്രി ബഹുമാനായ MP രാജേഷ് അവറുകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നിരുന്നത്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മധുരയിൽ അതേപോലെ തന്നെ രാജസ്ഥാനിൽ ഞങ്ങൾ കൂടി പിന്തുണച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. BJPയുമായി മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയുള്ളൂ. കാരണം അതൊരു വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുമായി ചർച്ച നടത്താനോ മറ്റോ ഇവിടുത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും കഴിയില്ല. ഇടതുപക്ഷവുമായും LDFുമായും UDFുമായും വെൽഫെയർ പാർട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വോട്ട് നൽകിയിട്ടുണ്ട്. CPM ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ചർച്ചകൾ എന്തിനു വേണ്ടിയാണ്? ഈ ചർച്ചയൊക്കെ ആരംഭിക്കുന്നത് വയനാട് സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നത്? ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. വംശീയ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി ഈ രാജ്യത്തു നിന്ന് ഇല്ലായ്മ ചെയ്തിട്ടില്ലെങ്കിൽ രാജ്യം തന്നെ നിലനിൽക്കുകയില്ല എന്ന നിർണായകമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നത്. CPM അതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അങ്ങനെ മുന്നോട്ട് പോയ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നേറ്റമായ ഇന്ത്യ മുന്നണി ഇന്ത്യയിലുടനീളം വലിയ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായ ചർച്ചകളിൽ BJP വിറച്ചു പോകുന്ന സ്വഭാവത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തിയത്. ആ ഘട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ CPM, ഇന്ത്യയിലെ CPM ആ നിലപാടിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കേരളത്തിലെ CPM അനാവശ്യമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ, പിന്നോക്ക ജനവിഭാഗങ്ങളെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി നീക്കുപോക്കുകളും BJPയുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്താൻ ജനാധിപത്യ പാർട്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ BJPയുമായി ചർച്ച നടത്തിയില്ല. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ചർച്ച നടത്തിയ ജനാധിപത്യ പാർട്ടികളുണ്ടല്ലോ, അവർ നിങ്ങളെ ജനാധിപത്യ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നേ. നിങ്ങളുടെ വോട്ട്, വർഗീയ ചേരിയിലെ വോട്ട് എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ തർക്കം നടക്കുന്നത്. അത്തരം വിഷയങ്ങളൊക്കെ സാന്ദർഭികവും സ്വാഭാവികവുമായി ഉന്നയിക്കുന്നതാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ ഒരു വിശാലമായ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ്. അതിനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഞാനും പോയിരുന്നു സഖാവ് യെച്ചൂരിയുമായി ചർച്ച നടത്താൻ, ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ. ഇന്നത്തെ മന്ത്രി ബഹുമാനായ MP രാജേഷ് അവറുകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നിരുന്നത്. ആ ചർച്ച പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ റസാഖ് പലേരി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി സംസ്ഥാനത്ത് MP രാജേഷും സീതാറാം യെച്ചൂരിയും പങ്കെടുത്ത ചർച്ചയിൽ വെൽഫെയർ പാർട്ടി ഭാഗവാക്കായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. സഖാവ് യെച്ചൂരിയോട് ഞങ്ങൾ ഒരു ചർച്ച ഹെഡ് ചെയ്ത് മുന്നോട്ട് പോയി. ആവശ്യം പെട്ടെന്ന് ദിവസം പോയി കാണുകയും രാഷ്ട്രീയ ചർച്ച നടത്തുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല CPMന്റേത്. ഒരു മിനിറ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി വെൽഫെയർ പാർട്ടി ചർച്ചയുമായി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരിയുമായി വിശദമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി. അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നത് പ്രിയപ്പെട്ട MP രാജേഷാണ്. എന്ന് പറഞ്ഞാൽ 2019 മുതൽ ഞങ്ങൾ ആരംഭിച്ച 2024 ഉണ്ടായ ഇന്ത്യ മുന്നണി. ശ്രീ റസാഖ് പലേരി, എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? അങ്ങ് പങ്കെടുത്ത ചർച്ചയല്ലേ? അത് ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ഡൽഹിയിൽ എവിടെ? ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചത്
ഇന്ത്യയിലെ മുഴുവൻ എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? CPM-ൽ നിർണായകമായ പങ്ക് നിർവഹിക്കാനുണ്ട്. ശരിയെന്നേ, അതൊക്കെ സമ്മതിച്ചു. ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ചിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ശ്രീ റസാഖ് പലേരി, എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? ഡൽഹിയിൽ സഖാവ് യെച്ചൂരിയുടെ ബന്ധപ്പെട്ട് CPM-ന്റെ ഓഫീസിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കേണ്ട സവിശേഷമായ ഘട്ടമാണ്. അതിൽ CPM-ന് നിർണായകമായ പങ്കുണ്ട്. പക്ഷേ ആ ചർച്ച മുന്നോട്ട് പോയില്ല. അത് പല കാരണങ്ങളാൽ ഇല്ലാതായി. 2024 പ്രതിപക്ഷ ഐക്യനിര രൂപം കൊണ്ടു. ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു. കേരളത്തിന് പുറത്ത് ഞങ്ങൾ CPM-നെ ഉൾപ്പെടെ പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ എന്ന നിലക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ MP-മാർ, കേരളത്തിൽ നിന്ന് പുറത്തുള്ള MP-മാർ ആരൊക്കെയാ പരിശോധിക്കും. ഡിണ്ടിഗലിൽ, മധുരയിൽ, അതേപോലെ തന്നെ രാജസ്ഥാനിൽ ഞങ്ങൾ കൂടി പിന്തുണച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്ത്യ മുന്നണിയുടെ അതായത് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന കക്ഷിയാണ് അഖിലേന്ത്യാ സ്വഭാവത്തിൽ. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള പിന്തുണയാണോ? ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്ക് 34 പാർട്ടികളുടെ ഒരു രൂപമുണ്ട്. അതിൽ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായ അംഗമാണെന്നാണോ അങ്ങ് പറയുന്നത്, അതോ നിങ്ങളുടെ സ്വേച്ഛയാ നിങ്ങൾ അതിന് പിന്തുണ നൽകുന്നു എന്നാണോ? നിങ്ങൾ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് ആളുകളെ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇല്ല, ഞങ്ങൾ കൺഫ്യൂഷന് വേണ്ടി പറയല്ല. വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള സഹകരണമല്ലേ എന്ന്. നിങ്ങളുടെ സ്വയം പ്രഖ്യാപിത സഹകരണമല്ലേ? എന്താണ് നിങ്ങളുടെ സ്വയം പ്രഖ്യാപിത സഹകരണമല്ലേ? ഔദ്യോഗികമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ? സ്വയം പ്രഖ്യാപിത വൺ വേ സഹകരണം ഉണ്ടാകുമോ മാധു? ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായി ഭാഗവാക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗങ്ങൾ ചേരുന്ന സമയത്ത് വെൽഫെയർ പാർട്ടിക്ക് ക്ഷണമുണ്ടോ അതിലേക്ക്? ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അതാണ് ഞാൻ പറയുന്നത്. ആണെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചു പോയിക്കോട്ടെ എന്ന രീതിയിലാണ് അങ്ങയുടെ ഈ പറയുന്ന സെന്റൻസ് കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് ചോദിച്ചതാണ്. ശ്രീ റസാഖ് പലേരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു മിനിറ്റ് ഇന്ത്യ മുന്നണിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ ചെറു പാർട്ടികളും കൂട്ടായ്മകളും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ചർച്ചകളിലൂടെ തന്നെ രൂപപ്പെട്ട സൗഹൃദത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. CPM-ന്റെ തമിഴ്നാട്ടിലെ ചർച്ച നടത്തിയിട്ടുണ്ട്. MP രാജേഷാണ് അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. അതുമായി ബന്ധപ്പെട്ട് CPM വിശദീകരണം നൽകണമെന്നോ വിശദീകരിക്കണമെന്നോ തോന്നുകയാണെങ്കിൽ വിശദീകരിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യട്ടെ.